അതെന്തായാലും നന്നായി. ആ ഒരു നിങ്ങളുടെ ഈ പറഞ്ഞ വിശുദ്ധത എന്ന് പറയുന്നത് ഏറ്റുപറച്ചിലാണ്. സത്യമായി പറയുന്നവരാണല്ലോ നിങ്ങളെല്ലാരും. ഉം. അപ്പോ എന്തായാലും ഇപ്പൊ വായിക്കണം ട്ടോ. യെസ്, അടുത്ത ക്ലാസ്സിൽ റെഡി ആയിട്ട് വരാം. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇന്നലത്തെ ക്ലാസ്സിൽ എടുത്തത് വരെ എന്താ പറയാ, ഓരോ ഫൈലത്തിലും ഓരോ ക്യാരക്ടർ വെച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുക. അപ്പോ ഓരോ ഓരോ ഫൈലത്തിലും വരുന്ന എന്താണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് ഞാൻ കൃത്യമായിട്ട് ഓരോ ഫയൽ എടുക്കുമ്പോഴും പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോ ഇന്ന് നോട്ട് ക്ലിയർ, അതായത് ഞാനൊന്നും പറഞ്ഞില്ല, എന്തോ പെട്ടെന്ന് എന്തോ ഈ സൂമിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇവിടെ നെറ്റിന്റെ അല്ല പ്രശ്നം, സൂം ഇടയ്ക്ക് ഓഫായി പോകുന്നുണ്ട്. ഓക്കെ, സ്റ്റക്ക് ആവണോ? പെട്ടെന്ന് ടീച്ചറിന്റെ സ്റ്റിൽ ഫോട്ടോ അല്ല, കുറച്ചുനേരം അങ്ങനെ നിന്നിരുന്നേ സ്റ്റില്ലായിട്ട്. അതെ അല്ലേ? അതെ, ഇപ്പോഴാണ് വീണ്ടും ശരിയായി. ഇപ്പൊ കേൾക്കാലോ നല്ലോണം? ഓക്കെ, ശരി. ഇന്നലത്തെ ക്ലാസ് മൊളുസ്ക തൊട്ടാണോ സിസ്റ്ററെ? മൊളുസ്ക തൊട്ടല്ലേ നമുക്ക് എടുക്കണ്ടേ? മൊളുസ്ക. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ സിസ്റ്റർ മാത്രമാണ് എന്തെങ്കിലും എനിക്ക് വേണ്ടി പറയാനായിട്ടുള്ളത്. അപ്പോ നമുക്ക് തുടങ്ങാം ട്ടോ. ഓക്കെ, ഫൈലം മൊളുസ്ക. ഓക്കെ, ഫൈലം മൊളുസ്ക എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ കണ്ടു ഓൾറെഡി. ലാർജസ്റ്റ് ഫൈലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്രോപോഡയാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈലം. ഇനി സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം ഏതാണെന്ന് ഇതൊന്നും ചോദ്യം വരില്ല കേട്ടോ. ഇത്ര എളുപ്പത്തിലുള്ള ഒരു ചോദ്യമൊന്നും വരില്ല. സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം മൊളുസ്കയാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് ഞാൻ പറയാലോ, ഈ ഒച്ചും ഞാഞ്ഞളും ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ പറഞ്ഞ മൊളുസ്ക. ഇവരുടെ സോഫ്റ്റ് ബോഡി കവേർഡ് ബൈ കാൽക്കാരിയസ് ഷെല്ലാണ്. ഓക്കെ, ഇവരുടെ ബോഡീനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്? കാൽക്കാരിയസ് ഷെൽ ഉണ്ട്. ഓക്കെ, കാൽക്കാരിയസ് ഷെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ദ ബോഡി ഈസ് അൺസെഗ്മെന്റഡ് വിത്ത് എ ഡിസ്റ്റിങ്ക്ട് ഹെഡ് ഉണ്ട്. ഇവരുടെ ബോഡി നോക്ക്, ഇവരുടെ ശരീരം നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഒരു ഹെഡ് ഉണ്ട്. ഓക്കെ, ഇവരുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡ് ഉണ്ട്. ഇപ്പൊ ആ ഞാഞ്ഞളുടെ ഒക്കെ ഒരു ഹെഡ് ഉണ്ട്. പിന്നെ അതിനുശേഷം ഒരു വിസറൽ, ഒരു അടുത്ത ഭാഗം എന്ന് പറയുന്നത് എന്താണ്? വിസറൽ ഹമ്പാണ്. ഒരു ഹമ്പ് ഉണ്ടാവും. അതിന്റെ താഴ്ഭാഗത്തായിട്ട് എന്താണ്? ഇങ്ങനെ ഒരു മസ്കുലാർ ഫൂട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഫൂട്ട് നമുക്ക് പറയുന്ന പോലെ തന്നെ, നമുക്ക് ഇങ്ങനെ ഫൂട്ട് എന്നത് പോലെ തന്നെ ലോക്കോമോഷൻ ആണ്. ഈ വിസറൽ ഹമ്പ്, ഈ ഹമ്പിന്റെ ഉള്ളിലാണ് ഇവരുടെ എന്താ പറയാ, ഇവരുടെ ബോഡി പാർട്സ് ഒക്കെ കൂടുതൽ ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഇവരുടെ മൗത്തിൽ എന്താണ്? റാസ്പിംഗ് ഓർഗൻ. ഓക്കെ, കാരി നമുക്ക്
കാരി തിന്നാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു ഒരേ ഉള്ളൊരു ഭാഗമാണ് റാസ്പിംഗ് ഓർഗൻ എന്ന് പറയുന്നത്. അവരുടെ മൗത്തിനെ അതുകൊണ്ട് പറയുന്നത് റാഡുല എന്നാണ്. എന്താ പറയാ? റാഡുല. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. റാഡുല എന്നാണ് ഇവരെ പറയുക കേട്ടോ. ഇവരുടെ മൗത്തിന്റെ ഉള്ളിൽ കാണുന്ന റാസ്പിംഗ് ഓർഗൻ, മൗത്തിന്റെ ഉള്ളിൽ വായുടെ ഉള്ളിൽ കാണുന്ന ഇങ്ങനെ കാരി പിടിക്കാൻ പറ്റുന്ന ഒരു റാസ്പിംഗ് ഓർഗനെ പറയുന്നതാണ് റാഡുല. ഇനി ഗിൽസ്, ഇവർക്ക് ഗിൽസ്, അതായത് ഇവരൊക്കെ എന്താണ്, വെള്ളത്തിലാണല്ലോ. നമുക്കറിയാം മീനിന്റെ ഗിൽസ് എന്ന് പറയുന്നത് ചെതമ്പല് ഇവർക്ക് ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇവർക്ക് എന്തിനാണ് ഈ ഗിൽസ് ഉപയോഗിക്കുന്നത്? എക്സ്ക്രീഷനെ സഹായിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇവർ ഓവി പാരസ് ആണ്, അതായത് മുട്ടയിടുന്ന ജീവികളാണ് ഇവര് കേട്ടോ. മുട്ടയിടുന്ന ജീവികളാണ് ഓവി പാരസ്. ഓവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഗ് ലേയിങ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളെ പറയുന്നതാണ് ഓവി പാരസ് കേട്ടോ. ഇനി അടുത്തതാണ് ഇവർക്ക് എക്സാമ്പിൾ പില, ആപ്പിൾ സ്നെയിൽ, പിങ്ടേഡ, പേൾ ഓയിസ്റ്റർ, സെപ്പിയ, കട്ടിൽ ഫിഷ്, ലോലിഗോ, സ്ക്വിഡ്, ഒക്ടോപ്പസ്, ഡെവിൽ ഫിഷ്. ഓക്കെ, ഈ ഒക്ടോപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നീരാളിയാണ്. ലോലിഗോ എന്ന് പറഞ്ഞ, സ്ക്വിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്വിഡ് എന്താ പറയാ, കൂന്തളൊക്കെ വരുന്നത് സ്ക്വിഡാണ്. ഈ ഇവിടെ നമ്മുടെ നാട്ടില് നമ്മുടെ തൃശ്ശൂർക്കാർക്ക് കിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ജില്ലയിലേക്ക് എന്നെ കല്യാണം കഴിച്ചപ്പോ ഇവിടത്തെ ഒരു മെയിൻ ഭക്ഷണം ആണ് കൂന്തൾ. അതേപോലെ തന്നെ അടുത്തതാണ് കട്ടിൽ ഫിഷ്. അത് കട്ട്ല, നമ്മുടെ നാട്ടിൽ കൂന്തൽ. പിന്നെ പേൾ ഓയിസ്റ്റർ ആണ് നമ്മുടെ മുത്തുമണികൾ ഉണ്ടാക്കുന്ന പേൾ ഓയിസ്റ്റർ. പിന്നെ ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്നത് കട്ടിൽ ഫിഷ് തന്നെയാണോ സെപ്പിയ? അല്ല, എന്താണ്? കട്ടിൽ ഫിഷ് തന്നെയാണോ സെപ്പിയ? അതെ 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 അതെ. അപ്പൊ സെപ്പിയ ആണ് ഇപ്പൊ കട്ടിൽ ഫിഷ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു സംശയം വന്ന സ്ഥിതിക്ക് എന്തും കാണാലോ ഇവിടെ. ഏത് സെപ്പിയനെ ഞാൻ കാണിച്ചു തരാം. കണവ അല്ലേ? കണവ മത്സ്യം. അതെ 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 തന്നെ. ഇങ്ങനെയൊക്കെ ഇരിക്കും ഇത്. പക്ഷെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണോ നമ്മൾ ഉദ്ദേശിച്ചത്? ഇതല്ല അല്ലേ? സെപ്പിയ കുറച്ച് പരന്നിട്ടും കൂന്തള് കുറച്ച് സിലിണ്ടറിക്കൽ നീണ്ടിട്ടും. കൂന്തള് നീണ്ടിട്ടാണ്. അതെ, കൂന്തള് നീണ്ടിട്ടാണ്. അതാണ് സ്ക്വിഡ് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി എന്താ പറയാ, ഇത് തന്നെയാണ് ഇതിന്റെ ഫിഗർ. ഓക്കെ, സെപ്പിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, കട്ടിൽ ഫിഷ്. ഓക്കെ, ഓക്കെ, ഇത് തന്നെയാണ്. ഈ കാണുന്നത് ഇതാണ് നമ്മൾ കാണുക. നമ്മൾ കൂടുതലും കടലോരത്തിൽ ഇങ്ങനെ നമ്മൾ ഇവിടെ നമുക്കതൊന്നും കിട്ടില്ല എങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കാണുക. ഓക്കെ, അപ്പോ അതാണ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നിങ്ങൾ ഇതിൽ ഓർത്തിരിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറുകൾ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. റാഡുല മറക്കരുത്. ഇവരുടെ ബോഡി കവർ ചെയ്തിരുന്നത് കാൽഷ്യം, കൽക്കാരിയ ഷെല്ലുകൾ ഉണ്ട്. അതായത് എന്താ പറയാ, ഈ കാൽഷ്യം ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള ഷെല്ലിനെ പറയുന്നതാണ് കാൽക്കാരിയ ഷെല്ല് എന്ന് പറയുന്നത്. പിന്നെ ഹെഡിൽ ഇവരെ മനസ്സിലാക്കാനായിട്ട് സെൻസറി ടെൻഡക്കിൾസ് ഉണ്ട്. ഇവർക്ക് അറിവ് വരാനായിട്ട്, ആരെങ്കിലും ചുറ്റും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വല്ല പ്രേകളോ ഇവരെ പിടിക്കാൻ വരുന്ന ജീവികളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സെൻസറി ടെൻഡക്കിൾസ്, അറിയാനായിട്ടുള്ള ടെൻഡക്കിൾസ് ഒക്കെ ഉണ്ട്. ഇവരുടെ ഈ മാൻഡിൽ, ഇവരുടെ ഈ ഒരു വിസറൽ ഹമ്പിന്റെ ഉള്ളില്, അതാണ് ഒരു പോയിന്റ് കേട്ടോ. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഈ വിസറൽ ഹമ്പിന്റെ അകത്തുണ്ടല്ലോ, വിസറൽ ഹമ്പിന്റെ അകത്ത് ഒരു സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ ഉണ്ട്. ഇതിനുള്ളിൽ ഒരു സോഫ്റ്റ് ആൻഡ് ഈ വിസറൽ ഹമ്പിന്റെ അകത്ത് സോഫ്റ്റ് ആൻഡ് സ്പോഞ്ച് ലെയർ ഒരു സ്കിൻ ഉണ്ട്. അതിനെ പറയുന്നതാണ് മാൻഡിൽ എന്നാണ് പറയാ. മാൻഡിൽ. ആ മാൻഡിൽ ഇരിക്കുന്നത് ഒരു അറയ്ക്കകത്താണ്. ആ അറേനെ പറയുന്നത് മാൻഡിൽ കാവിറ്റി എന്നുമാണ് കേട്ടോ. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അത് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. അപ്പോ ഈ വിസറൽ ഹമ്പിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്പോഞ്ച് ലെയർ ഓഫ് സ്കിൻ ഉണ്ട്. അതിനെ പറയുന്നത് മാൻഡിൽ എന്നാണ്. മാൻഡിൽ
ഒരു ക്യാവിറ്റിയുടെ അകത്താണ് ഇരിക്കുന്നത്. ആ ക്യാവിറ്റിനെ പറയും മാൻഡിൽ ക്യാവിറ്റി. MANTLE എന്നാണ് പറയണേ കേട്ടോ. അതൊന്നും നിങ്ങൾ എഴുതി വെച്ചേക്കണേ. ഞാൻ മൗസൊക്കെ എഴുതണോണ്ടാണ് കേട്ടോ ഇങ്ങനെ മാൻഡിൽ. ഓക്കെ, മാൻഡിൽ എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി ഇവരുടെ ബോഡിയിലുണ്ട്. ഈ പറയുന്നത് ഈ കാണുന്ന വിസറൽ ഹമ്പിന്റെ അകത്താണ് കാണുന്ന ഈ വിസറൽ ഹമ്പിന്റെ അകത്ത് ഒരു ചെറിയ വളരെ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ച് ലെയർ ആയിട്ടുള്ള ഒരു സ്കിൻ ഉണ്ട്. അതിനെ പറയും മാൻഡിൽ എന്നാണ് പറയാ. ആ മാൻഡിൽ ഇരിക്കുന്നത് ഒരു ഗുഹയ്ക്കകത്താണ്, ഒരു അറയ്ക്കകത്താണ്. ആ അറേനെ പറയുന്നതാണ് മാൻഡിൽ ക്യാവിറ്റി എന്നാണ് പറയാ. ഇനി അടുത്തതാണ് ഫൈലം എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റ എന്ന് പേര് വരാൻ കാരണം തന്നെ എക്കിനസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പൈനി സ്കിൻഡ് എന്നാണ്. ഓക്കെ, മുള്ളുള്ള ജീവികളെ പറയുന്നതാണ് എക്കിനോഡെർമേറ്റ. സ്പൈനി സ്കിൻഡ് ഓർഗാനിസംസ് ആർ കോൾഡ് എക്കിനോഡെർമ്സ്. ഓക്കെ, അപ്പൊ ഇവർക്ക് എന്താണ്, ഇപ്പൊ നമ്മളെ നക്ഷത്രാമ ഒക്കെ വരുന്ന ഗ്രൂപ്പാണ് ഈ പറയുന്ന എക്കിനോഡെർമേറ്റ. ഇവരെല്ലാരും എന്താ പറയാ മറൈനാണ്. ഈ എൻഡോസ്കെൽട്ടൻ എന്താ കൽക്കാരിയസ് ഷെല്ല് കൊണ്ട് തന്നെയാണ് ഇവരുടെ ഭാഗത്ത് എന്താണ് കൽക്കാരിയസ് ഓസിക്കൽസ് ഷെല്ലുകളൊക്കെ ഇവരുടെ ശരീരത്തിൽ കാണാം. പിന്നെ ഇവരെന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് ആണ്, ഓർഗൻ സിസ്റ്റം ലെവലൊക്കെയാണ് കേട്ടോ. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്. മൗത്ത് മേനസും 2 ഓപ്പണിംഗ് കാണാൻ പറ്റും. ഇനി ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കാണുന്നത്, അതായത് അഡൽട്ടിലേക്ക് വരുമ്പോ അഡൽട്ട് ആയിട്ട് വരുന്ന ഓർഗാനിസങ്ങൾ എല്ലാവരും തന്നെ എന്താണ് ബൈലാറ്ററൽ ആണ്. അതായത് നടുക്കക്കൂടെ മുറിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ഹാഫ് കിട്ടുന്ന ഒരു രീതിയിലാണ് ബൈലാറ്ററൽ. പക്ഷെ ഇവിടെ എന്താന്ന് പറഞ്ഞു നേരെ തിരികെയാണ്, നേരെ ഓപ്പോസിറ്റ് ആണ് ഇവരുടെ കാര്യങ്ങൾ. അഡൽട്ട് ആകുമ്പോഴാണ് ഇത് ഒരു റേഡിയൽ ആവുന്നത്. പക്ഷെ ഇവർ ലാർവ ആയിരിക്കുന്ന ഒരു കണ്ടീഷനിൽ ഇവർ ബൈലാറ്ററൽ ആണ് കാണിക്കുക. ബൈലാറ്ററൽ സിറ്റുവേഷനിലാണ് ഇവർ ഇരിക്കുന്നത് കേട്ടോ. ബൈലാറ്ററൽ ആണ് ഇവരുടെ സിമെട്രി. ഇനി അഡൽട്ടിലേക്ക് വരുമ്പോൾ ഇവരെന്താണ് റേഡിയൽ സിമെട്രി ആണ് കാണിക്കുക. ഇനി എന്താണ് ഇവരുടെ ബോഡിയിൽ വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉണ്ട്. എന്ത് കാണാൻ പറ്റും? വാട്ടർ വാസ്കുലാർ സിസ്റ്റം കാണാൻ പറ്റും. ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ലോക്കോമോഷൻ. ആ വാട്ടർ വാസ്കുലർ സിസ്റ്റം ലോക്കോമോഷനും ഫുഡ് ക്യാപ്ചറിനും ട്രാൻസ്പോർട്ട് ഓഫ് ദ ഫുഡ് ആൻഡ് റെസ്പിറേഷനും ഒക്കെ വേണ്ടിയിട്ട് ഇവരുടെ ബോഡിയിൽ വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് നേരത്തെ കണ്ട പോലെ തന്നെ വെള്ളത്തിന്റെ അകത്തേക്ക് ഓടി പുറത്തേക്ക് ഓടിയൊക്കെ പോകാൻ പറ്റുന്ന, ശരീരത്തിന്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറുന്ന ഒരു പ്രത്യേക അറേനെ പറയുന്നതാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ആ വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇവർ നീങ്ങുന്നതും നടക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ഇവർ എര പിടിക്കുന്നതും ഇവർ ശ്വസിക്കുന്നതും എല്ലാം. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് അതിന്റെ പേര്? വാട്ടർ വാസ്കുലാർ സിസ്റ്റം. നമ്മള് അവിടെ പോരിഫറയിൽ കണ്ടത് എന്താണ്? വാട്ടർ കനാൽ സിസ്റ്റം ആണ്. ഓക്കെ, വാട്ടർ കനാൽ സിസ്റ്റം എന്നാണ് അവിടെ പറയാ. ഇവിടെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്. എൻഡോസ്കെൽട്ടൻ എന്ന് പറയുന്നത് കൽക്കാരിയസ് ഓസിക്കൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത് എന്താണ് ഇവരുടെ എക്സാമ്പിളുകൾ എന്തൊക്കെയാണ്? എക്സാമ്പിളുകൾ അസ്റ്റേരിയാസ്, സ്റ്റാർഫിഷ്. സ്റ്റാർഫിഷിന്റെ പേരാണ് അസ്റ്റേരിയാസ്. എക്കിനസ്, സീ അർച്ചിൻ. മക്കളെ ഇതെല്ലാം ഒന്നും വായിച്ചു പോകണ്ട കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ സീലൻഡ്രേറ്റ ഗ്രൂപ്പിലെ ഗ്രൂപ്പിലുള്ള ഹലോ വീണ്ടും പോയി വന്നൂല്ലേ? എനിക്കിതൊന്നും ഗ്രൂപ്പിലുള്ള എന്ന് പറഞ്ഞപ്പോഴേക്കും പോയി.
ഓ അതെല്ലേ, എക്കിനോഡർമേറ്റ തൊട്ട് കേട്ടിട്ടില്ല അല്ലേ? എക്കിനോഡർമേറ്റ കേട്ടു. സ്റ്റാർ ഫിഷ്. അതെ 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 അതെ. ആ അപ്പൊ അവിടെ വരെയൊക്കെ കേട്ടൂലോ. അപ്പൊ അതാണ് ഇതില് ഞാൻ പറയാം, ഒന്നുകൂടി പറയാം. ഇതില് ഹലോ ഹലോ ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ എനിക്ക് കേക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് അങ്ങനെയാന്ന് വിചാരിക്കുന്നു അല്ലെ? ഇതെന്തൊരു കൂത്താണ് എന്റെ ഭഗവാനെ. ഇപ്പൊ കേൾക്കാം. ആ ആ ആ, താങ്ക് യു താങ്ക് യു. ആ ഇപ്പൊ കേൾക്കാം അല്ലേ? അത് ആ ശരി. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ ധ്വനി ഇപ്പൊ തന്നെ വീണ്ടും പോയോ? ടീച്ചർക്ക് മെസ്സേജ് കാണാമോ? എനിക്ക് മെസ്സേജ് കാണാം. എനിക്ക് മെസ്സേജ് ഇപ്പൊ കാണാം. വന്നു. ആ ആ ആ ആ ആ. ഒരു മിനിറ്റ്, വീണ്ടും ഒരു 2 സ്റ്റക്കായി ഉണ്ടായി. ഇനിയിപ്പോ ഞാൻ ഒരു മിനിറ്റ്, ഞാനൊന്ന് സ്ഥാനം മാറുന്നുണ്ട്. ഇനിയിപ്പോ സ്ഥാനത്തിന്റെ ആണോ? ഹലോ, കേക്കാമോ? കേൾക്കാം കേൾക്കാം മിസ്. ഓക്കെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എക്കനോഡെർമേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. എക്കനോഡെർമേറ്റയിലെ വളരെ ഓർത്തിരിക്കേണ്ട 2 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാർവേകൾ ബൈലാട്രൽ സിമിട്രിയും അഡൾട്ട് ആവുമ്പോൾ റേഡിയൽ സിമിട്രിയും കാണിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇവരുടെ ബോഡിയിലുണ്ട്. പിന്നെ ഇവരുടെ എന്താണ് ഡൈജസ്റ്റീവ്, അത് ഓർക്കണം, ഡൈജസ്റ്റീവ് കംപ്ലീറ്റ് ആണെന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല. ഇനി അസ്റ്റേരിയാഷ്, ഇവര് എക്സാമ്പിൾ സ്റ്റാർ ഫിഷ്, കടൽ എന്താ പറയാ, കടൽ നക്ഷത്രം ഇല്ലേ, നക്ഷത്രാമ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഇവരിലാണ്. സീ അർച്ചിൻ, സീ ലില്ലി, കടൽ പൂവ്, പിന്നെ സീ കുക്കുംബർ, കടൽ കുമ്പളങ്ങ എന്ന് പറയും. ഓക്കെ, ഇവർക്ക് സീ കുക്കുംബറിനൊക്കെയാണ് എന്താ പറയാ, ഈ എന്താ പറയാ, ഇവരെന്തേലുമൊക്കെ പിടിച്ച് തിന്നാൻ വന്നു കഴിഞ്ഞാൽ ഈ സീ കുക്കുംബർ ഇവരെ വയറ്റിലുള്ള എല്ലാ സാധനം വിസർജിച്ച് പുറത്തേക്ക് ഇടുന്ന ഒരു പ്രത്യേക ഒരു പ്രക്രിയ, അതായത് പ്രയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അങ്ങനെ ഒരു പ്രക്രിയ കാണിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ട് സീ കുക്കുംബറിന്. ഒഫിയുറാണ് ബ്രിട്ടിൽ സ്റ്റാർ. ഓക്കെ, അതാണ് ഈ ഫൈലം എക്കിനോഡെർമേറ്റ. ഇനി അടുത്തതാണ് ഫൈലം ഹെമികോഡേറ്റ. ഫൈലം ഹെമികോഡേറ്റ. ഫൈലം ഹെമികോഡേറ്റ എന്ന് പറയുന്നത് ഈ വേം ലൈക്ക് ആയിട്ടുള്ള മറൈൻ ആനിമൽസ് ആണ്. ഓക്കെ, ഈ ഒരു ഫൈലം ഒന്ന് ജസ്റ്റ് വായിച്ചേ. ഓക്കെ, ഫൈലം
എക്കിനോഡെർമേറ്റ വായിച്ചു കഴിഞ്ഞല്ലോ. ഇനി അടുത്താണ് നമുക്ക് ഫൈലം ഹെമികോഡേറ്റ. ഓക്കെ, എന്താണ് ഫൈലം ഹെമികോഡേറ്റ എന്ന് പറയുന്നത്? ഹെമികോഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേം ലൈക്ക് ആയിട്ടുള്ള, അതായത് നമ്മള് വിരകള് പോലെയുള്ള ഓർഗാനിസങ്ങളാണ് ഇതിൽ വരുന്നത്. വേം ലൈക്ക് മറൈൻ എനിമൽസ് ആണ് ഈ പറയുന്ന ഹെമികോഡേറ്റ. കോർഡേറ്റ എന്ന ഓർഗാനിസത്തിന് മുന്നേ കോർഡേറ്റ ആണോ? അല്ല. കോർഡേറ്റ പോലെ തോന്നിക്കുന്ന ഇവരുടെ ബോഡിയിൽ വേറൊരു ഓർഗൻ ഉണ്ട്, അതിന്റെ പേരാണ് സ്റ്റോമാക്കോഡ്. ഓക്കെ, സ്റ്റോമാക്കോഡ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉള്ളത് കൊണ്ടാണ് ഇവര് നമുക്ക് നോട്ടോകോഡ് ആണ് എന്ന് നമുക്ക് സാമീപ്യം അവരെ പോലെ തോന്നുന്ന കാരണം പ്രസൻസ് ഓഫ് നോട്ടോകോഡ് ആണ്. ബോഡി എങ്ങനെയാണ്? സിലിണ്ടറിക്കൽ ആണ്, കമ്പോസ്റ്റ് ഓഫ് പ്രബോസിസ്. ഇവരുടെ ബോഡി മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഇതേ നോക്കൂ, പ്രബോസിസ് ഏറ്റവും മേലത്തെ ഭാഗം, കോളർ, ട്രങ്ക് എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രബോസിസ്, കോളർ, ട്രങ്ക് ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഹെമികോർഡേറ്റയുടെ ഭാഗങ്ങളാണ്. ഓക്കെ, പ്രബോസിസ്, കോളർ, ട്രങ്ക്. ഇനി ഇവരുടെ ബോഡിയിൽ റുഡിമെന്ററി സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു സ്റ്റോമാക്കോഡ്, അതായത് നോട്ടോകോഡ് എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലാവുന്നതിന് മുന്നുള്ള ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ നോട്ടോകോഡുള്ള ഓർഗാനിസങ്ങളെയാണ് എന്ത് പറഞ്ഞത്? കോഡേറ്റ എന്ന് വിളിച്ചത്. ഓക്കെ, ഇനി ഇവർക്ക് അതിന് പകരം എന്തുണ്ട്? ഹെമികോഡേറ്റയ്ക്കാണ് ഈ പറഞ്ഞ സ്റ്റോമാക്കോഡ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഇവർ കാണിക്കുന്നത്, അതായത് ബ്ലഡിൽ ബേസ് ചെയ്തിരിക്കുന്നത്, ഓർഗൻസ് എല്ലാം ബേസ് ചെയ്ത് ബ്ലഡിൽ കുളിച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എക്സ്ക്രീറ്ററി ഓർഗൻ പ്രബോസിസ് ഗ്ലാൻഡ് എന്നുള്ളതാണ്. എക്സ്ക്രീറ്ററി ഓർഗൻ എന്താണ്? പ്രബോസിസ് ഗ്ലാൻഡ് ആണ് എന്നുള്ളതാണ് കേട്ടോ. പ്രബോസിസ് ഗ്ലാൻഡ് ഉള്ളത് കൊണ്ടാണ് പ്രബോസിസ്, കോളർ, ട്രങ്ക്. ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്താണ്? പ്രബോസിസ് ഗ്ലാൻഡ് ആണ്. ഇതാണ് ഹെമികോഡേറ്റയുടെ ഇമ്പോർട്ടന്റ് പോയിന്റ്. പ്രബോസിസ് ഗ്ലാൻഡ് ഓർക്കണം, സ്റ്റോമാക്കോഡ് ഓർക്കണം, മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ള ഓർക്കണം, ബലനോഗ്ലാസ്, സാക്കോഗ്ലാസ്. ഓക്കെ, ഇത്രയും മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ ഇനി മെയിൻ ആയിട്ടുള്ള ഫൈലം കോർഡേറ്റയിലേക്ക് കടക്കാണ്. ഇതുവരെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഫൈലം കോർഡേറ്റയിലേക്ക് കടക്കാണ്. ഇപ്പൊ നമ്മൾ ഏകദേശം ഫൈലം ഓറിഫറ, സീലൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിയൽമിന്തസ്, ആഷൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മുളുസ്ക, ഹെമികോർഡേറ്റ ഇത്രയും വായിച്ചു കഴിഞ്ഞു നമ്മൾ, അഥവാ നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനിയാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ ഫൈലായിട്ടുള്ള കോർഡേറ്റയിലേക്ക് കടക്കുന്നത്. ഓക്കെ, പഠിപ്പിക്കട്ടെ ബാക്കിയുള്ളത്. എല്ലാരും ഉഷാറല്ലേ? ഇപ്പൊ ഗ്രൂപ്പ് കേക്കാലോ, കാണാലോ? കേക്കാം. ഓക്കെ 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 അപ്പൊ വെരി ഗുഡ്. അപ്പൊ കേക്കാം. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനിട്ടുള്ളത് ഫൈലം കോർഡേറ്റ. അതിന് മുന്നേ ഞാൻ വേണം. ഓക്കെ, ഫൈലം കോർഡേറ്റ അതായത് മറ്റുള്ള ഫൈലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട്, അതായത് 5 മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉണ്ടായാൽ മാത്രമാണ് ഒരു കോർഡേറ്റ എന്ന് പറയുന്ന ഫൈലമാണ് ഇവ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും പ്രിമിറ്റീവ് അല്ല, ഏറ്റവും അധികം ഡെവലപ്ഡ് ആയിട്ടുള്ള ഫൈലങ്ങൾ ആണ് ഫൈലം കോർഡേറ്റ. നമ്മളൊക്കെ എന്താണ് ഈ കോർഡേറ്റയിൽ പെടുന്നതാണ്. ഓക്കെ, നമ്മുടെ ഫൈലം എന്താണ്? നമ്മളും ഫൈലം എന്ത് കോർഡേറ്റയിലാണ് പെടുന്നത് കേട്ടോ. അതാണ് ഒരു പ്രത്യേകത. അപ്പൊ ആദ്യത്തെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു കോർഡേറ്റ ആവണമെന്നുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് നോട്ടോകോഡ് ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ പ്രത്യേകത, പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. ഇനി പ്രസൻസ് ഓഫ് ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ്. ഇവരുടെ ബോഡിയിൽ എന്തുണ്ട്? നെർവ് കോഡ് ഉണ്ട്. ഇവർക്ക് ഞരമ്പുകൾ നമ്മൾക്കുള്ളത് പോലെ തന്നെ നാഡീ ഞരമ്പുകളുടെ ഒരു പ്രസൻസ് ഉണ്ട്. അത് എവിടെ കണ്ടോ? ഇവരുടെ ഇതാണ് ഒരു കോർഡേറ്റയുടെ ഫിഗർ ആണ് കാണുന്നത്. ഈ കാണുന്നതാണ് ഈ ഓറഞ്ച് കളറിൽ പോകുന്നത് കണ്ടോ? അതാണ് ഇവരുടെ നാഡീ ഞരമ്പ്. ഡോർസൽ ഭാഗം ഏതാണ്? ഈ ഒരു ഭാഗം. ഓക്കെ, ഡോർസൽ ഭാഗത്തായിട്ട് ഒരു നെർവ് കോഡ് ഉണ്ട്. ഇനി ഇവിടെ കാണുന്നത് അതിന്റെ അടിയിൽ, ഈ കറുത്ത അതിന്റെ അടിയിൽ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം
ഈ ഒരു ഭാഗത്തെയാണ് മക്കളെ പറയുക. ഇതാണ് ഈ ഒരു ഭാഗത്തെയാണ് പറയുന്നത് നോട്ടോകോഡ് എന്ന് പറയുന്നത്. ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് പറയാ നോട്ടോകോഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രസൻസ് ഓഫ് ഫാരിഞ്ചിയൽ ഗിൽസ്ലിറ്റ്. ഈ ചെതമ്പലുള്ള പോലെ തന്നെ മീനിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ഓട്ടോട്ടകൾ ഇവരുടെ ബോഡിയിലുണ്ട്. പ്രസൻസ് ഓഫ് ഫാരിഞ്ചിയൽ ഗിൽസ്ലിറ്റുകൾ ഉണ്ട്. ഇനി എന്താണ് വാലുണ്ട്, പോസ്റ്റേനൽ ടെയിൽ ഉണ്ട്. പോസ്റ്റേനൽ ടെയിൽ ഉണ്ട്. ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിട്ടുള്ള ട്രിപ്ലോബ്ലാസ്റ്റിക് സീലോമേറ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആണ്. ഓർഗൻ സിസ്റ്റം ലെവലാണ്. പിന്നെ ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം, അതൊക്കെ മെയിൻ പോയിന്റ് ആണ്. അതൊന്നും വലിയ കാര്യമില്ല. ഈ 5 ക്യാരക്ടർ മക്കളെ ഈ നോട്ടോക്കോ ഒരു കോഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 5 ക്യാരക്ടർ സാറ്റിസ്ഫൈ ചെയ്താലാണ് എന്താവുള്ളൂ ഒരു കോഡേറ്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. എന്ത് പറയാൻ പറ്റുള്ളൂ? ഒരു കോഡേറ്റ് ആണ് ഈ ഓർഗാനിസം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഈ 5 ക്യാരക്ടർ എന്താന്ന് മനസ്സിലായോ? പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. എന്താണ് നോട്ടോകോഡ്? പുറം ഭാഗത്ത് ഡോർസൽ ഭാഗത്തായി കാണുന്ന വെർട്ടിബ്രൽ കോളമായി മാറുന്നതിന് മുന്നുള്ള സ്ട്രക്ചർ, നമ്മുടെ നട്ടെല്ലായി മാറുന്നതിന് മുന്നുള്ള സ്ട്രക്ചർ ആണ് നോട്ടോകോഡ്. ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ, ഒരു ദണ്ഡാകൃതിയിലുള്ളൊരു വസ്തുവാണ് എന്ത് ഇവരുടെ ശരീരത്തിന് ഒരു ഉറപ്പും ബലം കൊടുക്കുന്ന ദണ്ഡാകൃതിയിലുള്ള ഒരു സ്ട്രക്ചറിന് പറയുന്നതാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡോർസൽ ഹോളോ നെർവ് കോഡ്? ഡോർസൽ ആണ്. വെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. ഡോർസൽ തന്നെ ആയിരിക്കണം. ഡോർസൽ ഭാഗത്ത് ട്യൂബുലാർ ആയിട്ടുള്ള ട്യൂബിലുള്ള ഒരു നെർവ് കോഡ്, ഞരമ്പുണ്ട്. ഇനി ഫാരിഞ്ചിയൽ, ഇവർക്ക് ശ്വസിക്കാനായിട്ട് ഫാരിഞ്ചിയൽ ഗിൽസ്ലിറ്റ് ഉണ്ട്. പിന്നെ വാലുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് നോൺ കോഡേറ്റ്സിന്. ഇനി ഫൈലം കോഡേറ്റ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. യൂറോ കോഡേറ്റ, സെഫല കോഡേറ്റ, വെർട്ടിബ്രേറ്റ. ഈ യൂറോ കോഡേറ്റിനും സെഫല കോഡേറ്റിനും ചേർത്ത് പറയുന്നതാണ് പ്രോട്ടോകോർഡേറ്റ്. ഈ പ്രോട്ടോകോർഡേറ്റുകൾ യൂറോ കോഡേറ്റ്, സെഫല കോഡേറ്റ് എന്താണ് എക്സ്ക്ലൂസീവ്ലി മറൈൻ ആയിട്ടുള്ള ഓർഗാനിസങ്ങളാണ്. ഇവര് തീർത്തും വെള്ളത്തിൽ കാണുന്ന ഓർഗാനിസങ്ങളെയാണ് ഈ പറയുന്ന പ്രോട്ടോകോർഡേറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? യൂറോകോഡേറ്റ അഥവാ സെഫലോകോഡേറ്റ അവരെ കൂട്ടിച്ചേർത്ത് വിളിക്കും പ്രോട്ടോകോഡേറ്റ്സ്. അവരെന്താണ് എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്. ഇനി അടുത്തതാണ് യൂറോകോഡേറ്റ, സെഫലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. ഓക്കെ, യൂറോകോഡേറ്റ ഇനി ഓരോ ഗ്രൂപ്പ് നമുക്ക് പഠിക്കാം. യൂറോകോഡേറ്റയുടെ എക്സാമ്പിൾ എന്താണ്? അസ്കിഡിയ സാൽപ്പ ഡോലിയോലം. ഓക്കെ, ഇവരുടെ പ്രത്യേകത എന്താണ്? അസ്കിഡിയ സാൽപ്പ ഇവര് ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്നറിയോ? ദാസ്. ഓക്കെ, ദാസ് എന്ന അസ്കിഡിയ ദാസ്, ഡോലിയോലം, അസ്കിഡിയ മുദ്രണ്ട. മനസ്സിലായല്ലോ? ദാസ്, അസ്കിഡിയ സാൽപ്പ ഡോലിയോലമാണ് യൂറോകോഡേറ്റിന്റെ എക്സാമ്പിള്. എന്താണ് യൂറോകോഡേറ്റിന്റെ പ്രത്യേകത? യൂറോകോഡേറ്റിൽ നോട്ടോകോഡ് കാണുന്നത് ലാർവൽ ടൈല്. ഇവരുടെ ലാർവൽ ആയിരുന്നു ഭ്രൂണമായിരിക്കുന്ന ഒരു അവസ്ഥയില്, ലാർവൽ ആയിരിക്കുന്ന ഒരു ടൈലിൽ മാത്രമാണ് ഇവർക്ക് എന്ത് കാണുന്നുള്ളൂ? നോട്ടോകോഡ് കാണുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് സെഫലോകോർഡേറ്റ. സെഫലോകോർഡേറ്റയുടെ പ്രത്യേകത എന്താണ്? എക്സാമ്പിൾ ആണ് ബ്രാങ്കിയോസ്റ്റോമ. ഇതിലെന്താണ് ആംഫിയോക്സിസ് ഓർ ലാൻസ്ലെറ്റ് എന്ന് വരെ വിളിക്കും. എന്താ പറയാ? ആംഫിയോക്സിസ് അഥവാ ലാൻസ്ലെറ്റ്. ഇവർക്ക് എന്താണ് നോട്ടോകോഡ് എക്സ്റ്റെൻഡ് ഫ്രം ദ നോട്ടോകോഡ് എവിടെ നിന്നാണ്? ഹെഡ് തൊട്ട് ടെയിൽ വരെയുള്ള ഭാഗത്ത് നോട്ടോകോഡ് ഉണ്ട്. ഇത് അവരുടെ ജീവിതത്തിലുടനീളം. യൂറോകോഡേറ്റിൽ എങ്ങനെയാണ്? ലാർവൽ ടെയിൽ മാത്രം കണ്ടുള്ളൂ. ഇവരുടെ എന്താണ് സെഫലോകോഡേറ്റയില് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്, ജീവിതത്തിലുടനീളം കാണുന്നു എന്നുള്ളതാണ്. ദേ ആർ പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. അതാണ് സെഫലോകോഡേറ്റയുടെ പ്രത്യേകത. Notochordata extend from the head to tail region and is persistent throughout their life. ഓർത്തിരിക്കല്ലോ, യൂറോകോഡേറ്റ എപ്പോഴാ കാണാ? ലാർവ ആയിരിക്കുന്ന കാലത്ത് മാത്രമാണ് നോട്ടോകോഡ് കാണുക. ഇനി സെഫലോകോഡേറ്റയിലോ ത്രൂ ഔട്ട് ദെയർ ലൈഫ്, ജീവിതത്തിലുടനീളം കാണാൻ കോർഡേറ്റ അല്ലെ നോട്ടോകോഡ് എന്ന് പറയുന്നത്. ഇനി വെർട്ടിബ്രേറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? വെർട്ടിബ്രേറ്റ ഹാർട്ട് വിത്ത് 2, 3 or 4 ചേമ്പർ. ഹാർട്ട് എങ്ങനെയാണ്? 2, 3, 4 ചേമ്പർ ഉള്ളതാണ്. കിഡ്നി എന്തിനാണ്? എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷൻ ചെയ്യാൻ. പേഡ് ആയിട്ടുള്ള അപ്പൻഡേജുകൾ കാണും. അത് ചിലപ്പോ എന്താണ്? ചെതമ്പല്, ഫിന്നായിരിക്കാം അഥവാ ലിംബോ ആയിരിക്കാം. ഓക്കെ, പേഡ് ആയിട്ടുള്ള അപ്പൻഡേജുകൾ ഇവർക്ക് കാണും. ഇവര് വെർട്ടിബ്രേറ്റ, നമ്മളൊക്കെ എന്താണ്? വെർട്ടിബ്രേറ്റകളാണ്. ഓക്കെ, ഈ നോട്ടോകോഡ് എന്താണ്? പ്രസന്റ് ഡ്യൂറിംഗ് ദ എംബ്രിയോണിക് പീരീഡ്.
ഇവർക്ക് എന്താണ് വെർട്ടിബ്രേറ്റുകൾക്ക് നോട്ടോകോഡ് ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് വെർട്ടിബ്രേറ്റും എന്താണ് ഒരു കോർഡേറ്റയാണ്. കാരണം ഇവരുടെ ബോഡിയിൽ എന്തുണ്ട്? ഒരു നോട്ടോകോഡ് ഉണ്ട്. ഇവിടെ ഒരു വലിയൊരു വമ്പൻ ചോദ്യം വരുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വരാൻ പോണത്. അപ്പോ ഈ വെർട്ടിബ്രേറ്റ് എന്ന് പറയുന്ന ഓർഗാനിസങ്ങൾക്ക് നോട്ടോകോഡ് കാണും. എപ്പൊ കാണും? എംബ്രിയോൺ, അതായത് ഭ്രൂണമായിരിക്കുന്ന അവസ്ഥയിൽ, ഭ്രൂണം കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥ. ലാർവ എന്ന് പറയുന്നത് ഇങ്ങനെ അതായത് നമ്മുടെ മാക്രി, അതായത് തവള മാക്രി എന്നൊക്കെ പറയുന്ന സ്റ്റേജാണ്. തവള മാക്രിയാണ് ലാർവൽ സ്റ്റേജ് എന്ന് പറഞ്ഞ പോലെയാണ് ലാർവൽ സ്റ്റേജ്. എംബ്രിയോണിക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഭ്രൂണം, നമ്മുടെ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ആ ഒരു സ്റ്റേജിലാണ് ഇവർക്ക് നമ്മൾക്ക് വെർട്ടിബ്രേറ്റുകൾക്ക് നോട്ടോകോഡ് കാണാം. അതിനുശേഷം ആ നോട്ടോകോഡ് എന്ത് മാറ്റി പറ്റും? ആ നോട്ടോകോഡ് മാറി അതിന് പകരം വെർട്ടിബ്രൽ കോളം എന്നൊരു നട്ടെല്ലായി മാറും. എന്തായി മാറും? നട്ടെല്ല് പോലത്തെ ഒരു ഓർഗനായി മാറും. ഇറ്റ് ഇസ് റീപ്ലേസ്ഡ് ബൈ കാർട്ടിലേജസ് ഓർ വെർട്ടിബ്രൽ കോളം ഇൻ ദ അഡൽട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വെർട്ടിബ്രേറ്റുകളും കോർഡേറ്റുകളാണ്. കാരണം എന്താ? ഇവർക്ക് നോട്ടോകോഡ് പ്രസന്റ് ആണ്. പക്ഷെ എല്ലാ കോർഡേറ്റുകളും വെർട്ടിബ്രേറ്റ് ആണ് അല്ല. നോക്കൂ, ഈ പറയുന്ന യൂറോകോഡേറ്റും സെഫലോകോഡേറ്റയുടെ ബോഡിയിലൊക്കെ വെർട്ടിബ്രേറ്റ് ഉണ്ടോ? ഇല്ല. അവർക്ക് എന്താണുള്ളത്? നോട്ടോകോഡ് മാത്രമാണുള്ളത്. വെർട്ടിബ്രേറ്റ് ഉണ്ടായാലാണ് അവരെ എന്ത് വിളിക്കുക? വെർട്ടിബ്രേറ്റ് എന്ന് വിളിക്കുള്ളൂ. എന്നാൽ അവര് ഈ വെർട്ടിബ്രേറ്റുകളെ കോർഡേറ്റ് എന്ന് വിളിക്കാം. കാരണം എന്താ? അവരുടെ ബോഡിയിൽ എന്തുണ്ട്? നോട്ടോകോഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രസ്തുത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു, എപ്പോഴും പ്ലസ് ടു പിള്ളേർക്കൊക്കെ ചോദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മക്കളെ. all vertebrates are chordates, but all chordates are not vertebrates. അപ്പൊ എന്താണ്? എല്ലാ വെർട്ടിബ്രേറ്റുകളും കോർഡേറ്റ് ആണ്, പക്ഷെ എല്ലാ കോർഡേറ്റുകളും വെർട്ടിബ്രേറ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഇതിന്റെ അർത്ഥം മനസ്സിലായല്ലോ? ഇതെന്തുകൊണ്ട് എന്നൊക്കെ ഒന്ന് ചോദിക്കട്ടോ. ഇതിന്റെ അർത്ഥം മനസ്സിലായല്ലോ? ഇതെന്ത് വെർട്ടിബ്രേറ്റ് കോർഡേറ്റ് എന്ന് പറയാനായിട്ടും ഈ കോർഡേറ്റുകളെ വെർട്ടിബ്രേറ്റ് അല്ലെന്ന് പറയാനായിട്ടും ഇവർക്കൊക്കെ നോട്ടോകോഡ് ഉണ്ട്, പക്ഷെ ഇവർക്കൊന്നും വെർട്ടിബ്രൽ കോളം ഇല്ല. ഇവന്റെ കയ്യില് രണ്ടും ഉണ്ട്, പക്ഷെ ഒന്ന് ലാർവൽ എംബ്രിയോണിക് പീരീഡിലായിരുന്നു മാത്രം. ഇനി അടുത്തതാണ് സൂപ്പർ ക്ലാസ്. ഈ പറയുന്ന വെർട്ടിബ്രേറ്റ്, നമ്മളൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന വെർട്ടിബ്രേറ്റിനെ പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ, പഠിപ്പിച്ചു പോട്ടെ. മനസ്സിലായില്ലേ നേരത്തെ പറഞ്ഞതൊക്കെ? പറയൂ, ക്ലാസ്സിലെടുത്ത് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ ക്ലാസ്സില്? ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ക്ലാസ്സിനുള്ള ബുദ്ധിമുട്ട് ഞാൻ പറയാലോ, എന്നെക്കാളൊക്കെ മുതിർന്നവരായവരാണ് നിങ്ങൾ. അപ്പൊ എന്താണ്, എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ എനിക്ക് പരിഹരിച്ചു പോകാൻ പറ്റാവുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് തന്നെ പറയണം കേട്ടോ. അപ്പൊ എനിക്കതെന്താണ്, എനിക്ക് മാറ്റാൻ പറ്റാവുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ മാറ്റി പോവാലോ. ഇപ്പൊ ഇതെന്റെ ആദ്യത്തെ കൊല്ലാണ്, ഇത് ഹയർ സെക്കൻഡറി പിള്ളേര് പഠിപ്പിക്കുന്ന ആദ്യത്തെ കൊല്ലാണ്. ബാക്കി ഞാൻ പറഞ്ഞു 10ലെ പിള്ളേരൊക്കെയാണ് പഠിച്ചേക്കണേ. എന്തായാലും എന്തുകൊണ്ടും എനിക്ക് ആകെപ്പാടെ 3 കൊല്ലത്തെ ടീച്ചിങ് എക്സ്പീരിയൻസേ ഉള്ളൂ. ഓക്കെ, അപ്പോ എന്തായാലും എന്നേലും ഏറ്റവും ടീച്ചിങ് എക്സ്പീരിയൻസ് കൊണ്ട് വളരെയധികം മുതിർന്ന ആൾക്കാരാണ് എന്റെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ക്ലാസ് മനസ്സിലാവണില്ലെങ്കിൽ യാതൊരു വിധ മടി വിചാരിക്കണ്ട, നിങ്ങൾക്ക് എന്നോട് പറയാട്ടോ. അപ്പോ ഇനി എന്താണ് നമുക്ക് പഠിക്കാം? വെർട്ടിബ്രേറ്റ് വീണ്ടും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, അഗ്നാത്ത എന്നും ഗ്നാത്തോസ്റ്റോമാറ്റ. അഗ്നാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോ ഈ ജോ ഉണ്ടല്ലോ, ജോ ഇല്ലാത്തവരാണ് അഗ്നാത്ത. ജോ ഉള്ളവരെന്താണ് പറയുക? ഗ്നാത്തോസ്റ്റോമാറ്റ. ഈ അഗ്നാത്തയിൽ ആരാണുള്ളത്? സൈക്ലോസ്റ്റോമാറ്റ. ആരാണ്? സൈക്ലോസ്റ്റോമാറ്റ മാത്രം. ഇനി ഗ്നാത്തോസ്റ്റോമാറ്റല്ലോ, പേര് വായിക്കുമ്പോ കിട്ടുണ്ടാവില്ലേ? അഗ്നാത്തോ, അങ്ങനെ GNA, ഗ്നാത്തോസ്റ്റോമാറ്റ. അവർക്ക് ജോ ഉണ്ട്, അതുകൊണ്ടാണ് ഗ്നാത്തോസ്റ്റോമാറ്റ എന്ന് പറയുന്നത്. ഇവര് രണ്ടും വീണ്ടും ഗ്നാത്തോസ്റ്റോമാറ്റിനെ 2 സൂപ്പർ ക്ലാസ് ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് പീസസ്, അവർക്ക് ഫിന്നുണ്ട്. ഒന്ന് ടെട്രാപോഡ, അവർക്ക് ലിംബ് ഉണ്ട്. ഓക്കെ, പോഡ എന്നതിന്റെ അർത്ഥം എന്താണ്? ലെഗ് എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അതാണ് വേറൊരു കാര്യം. ചൂടെടുത്തിട്ട് പഠിക്കും. ഓക്കെ മക്കളെ, നമുക്കപ്പൊ പഠിക്കാം. ഇനി ക്ലാസ് സൈക്ലോസ്റ്റോമാറ്റ. എന്താണ്? ക്ലാസ് സൈക്ലോസ്റ്റോമാറ്റയാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അഗ്നാത്തയിൽ വരുന്ന ക്ലാസ് സൈക്ലോസ്റ്റോമാറ്റയുടെ പ്രത്യേകത എന്താണ്?
ഇവരൊരു എക്ടോ പാരസൈറ്റ്സ് ആണ്. എന്താണ് എക്ടോ പാരസൈറ്റ്? ഈ ഷാർക്ക്, ഈ തിമിംഗലം പോലുള്ള മീനെ കണ്ടിട്ടില്ലേ? ആ തിമിംഗലത്തിന്റെ മേലെ പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന വേറെ കുറെ ഒരുപാട് ജീവികളില്ലേ? അങ്ങനെ മറ്റുള്ളവരുടെ സഹായത്താൽ ജീവിച്ചു പോണ മീനുകളെ പറയുന്നതാണ് എക്ടോ പാരസൈറ്റ്സ്. എന്താ പറയാ? എക്ടോ പാരസൈറ്റ്സ് എന്നാണ് പറയാ. ഈ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ ഏത് ഗണത്തിലാ പെടുക? ഈ എക്ടോ പാരസൈറ്റ്സ് ആണ്. ഓക്കെ, മറ്റു ജീവികളുടെ മേലെ പരാത സസ്യമാണ് എന്ത്? ഈ സൈക്ലോസ്റ്റൊമാറ്റ. ഓക്കെ, മറ്റു മീനിന്റെ മേലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നവനാണ് എക്ടോ പാരസൈറ്റ്. ഇനി ഇവരുടെ എത്ര അധികം ചതമ്പലുകളൊക്കെ എത്ര എണ്ണുണ്ട്? 6 തൊട്ട് 15 പേരുണ്ട്. അവര് റെസ്പിറേഷനെ സഹായിക്കും. എന്താണ്? സക്കിങ് ആൻഡ് സർക്കുലർ മൗത്ത് കാണുന്ന ഇവർക്ക്. എന്താണ്? സക്കിങ് ആൻഡ് സർക്കുലർ മൗത്ത് കാണാം ഇവർക്ക് വിത്തൗട്ട് ജോ. ഓക്കെ, ജോ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, വിത്തൗട്ട് ജോ. ബോഡി ഈസ് ഡിവൈഡ് സ്കെയിൽ ആൻഡ് പെയർഡ് ഫിൻസ്. ബോഡിയിൽ എന്തില്ല? ഈ ചതമ്പലുകളില്ല. ഈ ചതമ്പല് പോലത്തെ സ്കെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതമ്പലാണ്. നീന്താനായിട്ടുള്ള പെയർഡ് ഫിന്നും ഇല്ല. സർക്കുലേഷൻ ക്ലോസ് ടൈപ്പ് ആണ്. ഓർത്തിരിക്കേണ്ട പോയിന്റ്. സൈക്ലോസ്റ്റൊമാറ്റേനെയാണ് പറയണേ എക്ടോ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. എക്ടോ പാരസൈറ്റ് മീനുകളിലെ പരാത സസ്യം ഏതാണ്? ഈ സൈക്ലോസ്റ്റൊമാറ്റയാണ്. ഓക്കെ, ഇവർക്ക് എക്സാമ്പിൾ ആണ് പെട്രോമൈസൺ. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടാ. ഈ പെട്രോമൈസൺ ലാംപ്രേ ആണ്. ഇത് സൈക്ലോമിക്സിൻ എന്ന് പറയുന്നത് ഹാഡ് ഫിഷ് ആണ്. ഈ സൈക്ലോസ്റ്റോംസിന് ഒരു പ്രത്യേകത ഉണ്ട്. അവര് മറൈനാണ്. ഇവരെന്താണ്? കടൽ ജീവിയാണ്. പക്ഷേ ഇവര് മുട്ടയിട്ട് കുഞ്ഞിനുണ്ടാക്കാനായിട്ട് നല്ല വെള്ളത്തിലേക്ക് വരും. ഓക്കെ, സൈക്ലോസ്റ്റോംസ് എന്താണ്? മറൈനാണ്. പക്ഷെ ഇവരെന്ത് ചെയ്യും? മൈഗ്രേറ്റ് ഫോർ സ്പോണിങ് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല കേട്ടാ. മുട്ടയിടാനായിട്ട്, കുഞ്ഞിനുണ്ടാക്കാനായിട്ട് ഇവര് നല്ല ശുദ്ധമായ വെള്ളത്തിലേക്ക് പോകുന്നതാണ് പറയുന്നത്. ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ഇനി എന്താണ് സൂപ്പർ ക്ലാസ്? എന്താണ് സൂപ്പർ ക്ലാസ്? പിസസുകൾ ഏതൊക്കെയാണ്? സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു ബോഡി, നല്ല മത്സ്യകന്യകയുടെ പോലത്തെ ശരീരം എന്നൊക്കെ പറയില്ലേ? അതാണ് ഇവര്. സൂപ്പർ ക്ലാസ് പിസസിന് എന്താണ്? സ്ട്രീം ലൈൻ ബോഡിയാണ്. ഇവര് കോൾഡ് ബ്ലഡഡ് ഓർഗൻസ് ആണ്. കോൾഡ് ബ്ലഡഡും വാം ബ്ലഡഡ് ആയിട്ടുള്ള ഓർഗൻസ്. നമ്മളെന്താണ്? വാം ബ്ലഡഡ് ആണ്. ഈ കോൾഡ് ബ്ലഡ് ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ദേ കനോട്ട് മെയിൻറ്റെയിൻ ദി ഇന്റേണൽ ടെമ്പറേച്ചർ. ഉള്ളിലുള്ള ടെമ്പറേച്ചർ പുറത്തനുസരിച്ച് മാറ്റാൻ പറ്റില്ല. ഓക്കെ, ദേ ലാക്ക് ദെയർ കപ്പാസിറ്റി ടു റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് അവരെന്ത് വിളിക്കുന്നത്? കോൾഡ് ബ്ലഡഡ് അഥവാ പൊയ്ക്കിലോതെർമസ് എനിമൽസ് എന്ന് പറയുന്നത്. ഇവരുടെ ഹാർട്ട് എത്ര ചേംബർ ഉള്ളതാണ്? 2 ചേംബർ ഉള്ളതാണ്. ഒരു ഓറിക്കലും ഒരു വെൻട്രിക്കിളും ഉള്ളതാണ്. സെക്സസ് ഒക്കെ സെപ്പറേറ്റ് ആണ്. ഈ പറഞ്ഞ സൂപ്പർ ക്ലാസ്സുകൾക്ക് വേറെ 2 ക്ലാസ്സുകളുണ്ട്. ക്ലാസ് കോൺട്രിക്ടൈസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്ടൈസ്. പ്ലസ് 2 പിള്ളേർക്ക് എപ്പോഴും ഇതേപോലെ തന്നെ ഡിഫറൻസ് കിട്ടുന്ന ഒരു ഭാഗമാണ്. ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, ഈ കോൺട്രിക്ടൈസിന്റെ ബോഡിയിലാണ് പ്ലാക്കോയിഡ് സ്കെയില് കാണാം. ഓക്കെ, ഓർത്തിരിക്കണം. പ്ലാക്കോയിഡ് സ്കെയില് കാണുന്നത് കോൺട്രിക്ടൈസിന്റെ ബോഡിയിലാണ്. ഓസ്റ്റിക്ടൈസിന്റെ ബോഡിയിലോ സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സെല്ല് കാണുന്നത് ആരുടെ ബോഡിയിലാണ്? സൈക്ലോയിഡ് അഥവാ ടീനോയിഡ് സെല്ല് കാണുന്നത് ഓസ്റ്റിക്ടൈസിന്റെ ബോഡിയിലാണ്. ഓക്കെ, അത് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. പിന്നെ അതുമാതിരി തന്നെ ഇവരുടെ ബോഡിയില്, കോൺട്രിക്ടൈസിന്റെ ബോഡിയില് എയർ ബ്ലാഡർ ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് നേരം നീന്തിക്കൊണ്ടിരിക്കണം, മുങ്ങി പോവാണ്ടിരിക്കാനായിട്ട്. ആൻഡ് ഇവരുടെ ബോഡിയിലോ എയർ ബ്ലാഡർ ഉണ്ട്. ഇനി ഈ ഗിൽസ്ലിറ്റിന്, അതായത് ഗിൽസ്ലിറ്റ്, ഈ ചെതമ്പല് അടച്ചിരിക്കാനായിട്ട് ഒരു അടപ്പ് പോലത്തെ ഒരു സാധനത്തിനാണ് ഒപ്പർക്കുലം. ചെതമ്പല്, അതായത് ഈ മീന്, ഈ എന്താ പറയാ തിമീങ്കലം പോലത്തെ ഒരു മീൻ കണ്ട ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ അടി കൂടെ നിന്നിട്ട് ഇങ്ങനെ പറയൂ. ഹലോ, പറഞ്ഞോളൂ. ഗിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ ശൽക്കങ്ങളല്ലേ? ശ്വസനാവയം. അതന്നെ, ശൽക്കങ്ങൾ. ഓക്കെ. അപ്പോ എന്താണ് ഈ ഗിൽസ്ലിറ്റ്? അതായത് ഇവര് ശ്വസിക്കുന്ന ശ്വസനത്തിന്റെ ഇതിന് ഒരു മൂടി ഉണ്ടാവും. ആ മൂടിനെയാണ് പറയാ ഒപ്പർക്കുലം എന്ന് പറയുന്നത്. ആ ഒപ്പർക്കുലം ഉള്ള ഓർഗാനിസം ആണ് ഓസ്റ്റിക്ടൈസ്. ഒപ്പർക്കുലം ഇല്ലാത്തവരെയാണ് പറയാ കോൺട്രിക്ടൈസ്.
അപ്പൊ ഓപ്പർക്കുലം ഈ ഞാൻ പറഞ്ഞത് വന്നത് തിമിംഗലത്തിന്റെ ഒക്കെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മേലേക്ക് ചാടുമ്പോ ഇവരിങ്ങനെ ഇടയ്ക്കുമ്പോ വെള്ളത്തിന്റെ പുറത്തൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം എടുക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. കോൺട്രിക്ടൈസിന് ഒപ്പർക്കുലം ഇല്ല, ഓസ്റ്റിക്ടൈസിന് ഒപ്പർക്കുലം ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത കേട്ടോ. ഇനി ഇവർക്ക് എന്താണ് എയർ ബ്ലാഡർ ഇല്ല, ഇവർക്ക് എയർ ബ്ലാഡർ ഉണ്ട്. അപ്പോ ഇവരുടെ മൗത്ത് വെൻട്രലാണ്, ഇവരുടെ മൗത്ത് ടെർമിനലാണ്. എന്താണ് വെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ഈ ഫിഗർ കണ്ട ഇവരുടെ വായ കണ്ടോ? ഇവരുടെ ഇത് ഈ ഭാഗത്താണ് ഇവരുടെ ഫിഗർ വായ ഭാഗം. ഇവരുടെ വായ ഭാഗം നോക്കിയതേ ടെർമിനൽ തുമ്പു ഭാഗത്തായിട്ടാണ് ഇവരുടെ വായ കാണുന്നത്. ഓക്കെ, തുമ്പു ഭാഗത്തായിട്ടാണ് ഇവരുടെ വായ കാണുന്നത്. ഇവർക്ക് എന്താണ് വെൻട്രൽ ഭാഗത്തായിട്ടാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ഈ പറയുന്ന കോൺട്രിക്ടൈസിലെ ചില മീനുകൾ എന്താണ്, അതായത് ഷോക്ക് അടിപ്പിക്കാനൊക്കെ ടോർപീഡോ, അതായത് തെരണ്ടി ഒക്കെ ഇല്ലേ, തെരണ്ടി ഒക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, ഈ പറഞ്ഞ കോൺട്രിക്ടൈസിൽ പെടുന്നതാണ് തെരണ്ടി. കാരണം ചിലവരുടെ വാലിൽ എന്താണ് പോയിസണസ് സ്റ്റിങ് ഉണ്ടെങ്കിൽ അവരെ പറയുന്നതാണ് ട്രൈഗൺ. ഓക്കെ, ട്രൈഗൺ. ഇനി മെയിൽസിൽ എന്താണ് പെൽവിക് ഫിൻസ് ബിയർ ക്ലാസ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇവർക്ക് ചില ഓർഗാനിസങ്ങൾ, ചിലവർക്ക് എന്ത് കാണാം, ഇലക്ട്രിക് ഓർഗൻ, ഇവർക്ക് എർത്തടിപ്പിക്കാനായിട്ടുള്ള കഴിവ് ചില മീനുകൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ചിലതിന്റെ വാലിൽ എന്താണ് പോയിസൺ സ്റ്റിങ് കാണാം. ഇനി എന്താണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ വിവിപാരസ് ആണ്. ഇവരെങ്ങനെയാണ് മുട്ടയിടുന്നവരല്ല, അതായത് പ്രസവിക്കുന്നവരാണ് ഇവര്. എന്താണ് പ്രസവിക്കുന്നവരാണ് ഈ കോൺട്രിക്ടൈസ് വിവിപാരസ്. ഇനി എന്താണ് ഈ ഓസ്റ്റിക്ടൈസ് ഓയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവര് ഓവിപാരസ് ആണ്, മുട്ടയിടുന്നവരാണ്. ഇവരെന്താണ് എക്സാമ്പിൾ ഡോഗ് ഫിഷ്, പ്രിസ്റ്റി, സോഫിഷ്. ഇതൊന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇതൊന്ന് പഠിച്ചിരിക്കണേ. സ്കോളിയോഡൻ ഡോഗ് ഫിഷ്, പ്രിസ്റ്റി, സോഫിഷ്, കാർക്കരോഡൻ, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ആൻഡ് ട്രൈഗൺ സ്റ്റിംഗറെ. ഇനി ഇവരിലോ മറൈൻ ആയിട്ട് കാണുന്നത് എക്സോസീറ്റസ്, ഫ്ലൈം ഫിഷ്, ഹിപ്പോകാമ്പസ്, സീഹോസ്, ഫ്രഷ് വാട്ടർ ലബിയോ അഥവാ റോഹു. ഓക്കെ, ഐലിൻ ചാളയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഇത് കട്ട്ല, സാധാ കട്ട്ല, ക്ലാരിയസ്, മഗ്ര, അക്വേറിയത്തിൽ കാണുന്ന ബെറ്റ, ഫൈറ്റർ ഫിഷ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇതിലാണ്. എന്നിട്ട് ഏഞ്ചൽ ഫിഷ് എന്ന് പറയുന്നത് ടെറോഫിലം, അതൊക്കെ വരുന്നത് ഈ പറഞ്ഞ ഓസ്റ്റിക്ടൈസിലാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ് മക്കളെ? ഈ ഒന്നിന് പ്ലാക്കോയിഡ് സ്കെയിൽ ആണ്, പിന്നെ എയർ ബ്ലാഡർ ഇല്ല, ഇവരുടെ വാലില് ഈ പറഞ്ഞ പോലെ പോയിസണസ് സ്റ്റിങ് ഉണ്ട്, പിന്നെ എർത്തടിപ്പിക്കാനായിട്ട് ഇലക്ട്രിക് ഓർഗൻ ഉണ്ട്. അതാണ് ഇവരിൽ എന്താണ് പ്ലാക്കോയിഡ് ഇല്ല, പകരം ടീനോയിഡ് സ്കെയിൽസ് ആണ്. ബ്ലാഡർ കാണാം. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം നീന്തിയില്ലെങ്കിലും ഇത് താഴേക്ക് പോവില്ല. ഇവരുടെ ശ്വസനവായുവിന് ഒരു ഒപ്പർക്കുലം കാണും, ഒരു അടപ്പ് കാണും. ഇനി എന്താണ് ബോണിയാണ്, ഇവര് കാർട്ടിലേജ് കൊണ്ടാണ് ഇവരുടെ ഉൾഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഓസ്റ്റിക്ടൈസ്. ഓക്കെ, ഓസ്റ്റിക്ടൈസ് എന്ന് പറയുന്നത് ബോണുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓസ്റ്റിയോ എന്ന് പറയുന്നത്. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ക്ലാസ് ആംഫീബിയ, റെപ്റ്റൈൽ, ഏഴ്സ്, മാമൽസ്. ഇതോടുകൂടി കഴിഞ്ഞു നമ്മുടെ പാഠം. വളരെ വേഗത്തിൽ തീർക്കാം. ക്ലാസ് ആംഫീബിയ, പേര് പറഞ്ഞ പോലെ ആംഫി, രണ്ടിടത്തും കരയിലും വെള്ളത്തിൽ ജീവിക്കാൻ കഴിവുള്ളവരാണ് ആംഫീബിയ. പിന്നെ ഇവരുടെ ബോഡി, ഇതിൽ ഒരു പോയിന്റ് ഓർക്കേണ്ടത്, ഹെഡും ട്രങ്കായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിന്ന് മോയിസ്റ്റ് ആണ്. ഇവര് 3 ചേമ്പേർഡ് ആണ്. ഓക്കെ, ഇവര് 3 ചേമ്പേർഡ് ആണ് എന്നുള്ളത് ഓർക്കണം. വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇക്തിയോപിസ്, ലിംബലസ് ആംഫീബിയ, ഈ കറുത്ത മഷിയിൽ എഴുതിയേക്കുന്ന ലിംബലസ് ആംഫീബിയ എന്ന് പറയുന്നത് ആരാണ്? തെയോഫിസ് ആണ്. സ്കിന്ന് നല്ല പഴുത്തതാണ്, അതൊക്കെ നമുക്ക് അറിയാലോ. ഓക്കെ, നമ്മുടെ തവളേനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല, വഴുതി പോവില്ലേ. അപ്പൊ സ്കിന്ന് മോയിസ്റ്റ് ആണ്. ഓക്കെ, അടുത്താണ് ക്ലാസ് റെപ്റ്റീലിയ. ക്ലാസ് റെപ്റ്റീലിയ എന്താണ്? ക്രീപ്പിംഗ് ക്രൗളി, ക്രീപ്പ് ചെയ്യും ക്രൗൾ ചെയ്യും, മറയും നീങ്ങുന്നുള്ളവരാണ് ക്ലാസ് റെപ്റ്റീലിയ. സ്നേക്സ്, ലിസാർഡ് ഒക്കെ ഇവർക്ക് ഇവരുടെ തൊലി കളയാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. പിന്നെ ബോഡി കവർ ചെയ്തിരിക്കുന്നത് വളരെ എന്താ പറയാ ഡ്രൈ ആയിട്ടുള്ള ഇവരുടെ ബോഡിയാണ്. ഡ്രൈ ആണ് ഇവരുടെ ബോഡി,
മുള്ളുകളൊക്കെ ചെറിയ ചെറിയ മുള്ളുകൾ പോലെ കാണാൻ പറ്റും. ഇവരുടെ റെപ്റ്റൈൽസിന്റെ ഹാർട്ട് പൊതുവെ 3 ചേമ്പേർഡ് ആണ്. പക്ഷെ ക്രൊക്കഡൈലിലേക്ക് വരുമ്പോൾ ഹാർട്ട് 4 ചേമ്പേർഡ് ആണ്. ആൻഡ് ഇതില് ഓർത്തിരിക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കീലോൺ ടർട്ടിൽ, ടെസ്റ്റ്യൂഡോ ടോർട്ടോയിസ്, കാമിലിയോൺ ട്രീ ലിസാർഡ്, കലോട്സ് ഗാർഡൻ ലിസാർഡ്. ഇത് എക്സാമിന് ചോദിക്കാൻ വഴിയുണ്ട് കേട്ടാ. ഇതിന്റെ എക്സാമ്പിള് പോയിസണസ് സ്നേക്ക് എന്താണ്? നജ കോബ്ര, ബംഗാരസ് ക്രേറ്റ്, വൈപ്പേര വൈപ്പർ. ഇതിനടുത്താണ് ക്ലാസ് ഏവ്സ്. ഏവ്സും മെമ്മേലിയും എന്താണ്? ഏവ്സിന് എന്താണ്? കൊക്കുണ്ട്. ഇവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ ആണ് ആൻഡ് വിത്ത് ഗ്ലാൻഡുകൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇവർക്ക് എന്ത് കാണാം? ഇവരുടെ ബോഡിയുടെ ഉള്ളിൽ ഓയിൽ ഗ്ലാൻഡുകൾ ഉണ്ട്. ഈ കാക്കൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തുടക്കുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഒരു ചിറക് ഇങ്ങനെ പൊക്കും, എന്നിട്ട് ഇങ്ങനെ തുടക്കുന്നത് കണ്ടിട്ടില്ലേ? എപ്പോഴും വൃത്തിയായിരിക്കാനാണ്. അവിടെ ഒരു ഓയിൽ ഗ്ലാൻഡ് ഇവരുടെ ബോഡിയിൽ പ്രസന്റ് ആണ്. ഫോർലിംബാണ്, അതായത് മുന്നത്തെ ചിറകാണ്, മുൻകാലുകളാണ് ചിറകായി മാറിയിരിക്കുന്നത്. ഫെദേഴ്സ്, തൂവലുകളുണ്ട്. പിന്നെ അതുമാതിരി തന്നെ ന്യൂമാറ്റിക് ബോൺസ്, എയർ ക്യാവിറ്റി, നല്ല കാരണം എയറിൽ പറക്കാനായിട്ട് അവരെ സഹായിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ന്യൂമാറ്റിക് ബോൺസ് ആണ്. എയർ, അതായത് എയർ നിറച്ചിട്ടുള്ള ബോൺസ് ആണ് ന്യൂമാറ്റിക് ബോൺസ്. അതാണ് അവരെ സഹായിക്കുന്നത്. ഹാർട്ട് 4 ചേമ്പർ ആണ്. വാം ബ്ലഡഡ് ആണ്, കാരണം ഇവർക്ക് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, നമുക്കും പറ്റും. റെസ്പിറേഷൻ ലങ്സ് വഴിയാണ്. ഓവി പാരസ് ഇവർക്ക് കൊളംബ, പിജിയൻ, സിറ്റാക്കുല, പാരറ്റ്, ശ്രുതിയോ, ഓസ്ട്രിച്ച്, അതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി അടുത്തതാണ് ക്ലാസ് മാമേലിയ. നമ്മളൊക്കെ ഉൾപ്പെടുന്ന മമ്മേലിയ എന്ന ക്ലാസ്. അവരുടെ പ്രത്യേകത എന്താണ്? 2 പെയറിലും കൈയും കാലും 2 പെയർ കാണും. ഹെയറുകളൊക്കെ കാണാൻ പറ്റും. സ്കിൻ പോസസ് ഹെയർ, പലതരത്തിലുള്ള പല്ലുകളുണ്ട്. കനൈൻ, ഇൻസിസർ, പ്രിമോളർ, മോളർ എന്ന് പറയുന്ന പോലെ എക്സ്റ്റേണൽ ഇയർ, പുറത്താണ് ചെവിയുള്ളത്, പിന്നെയൊക്കെ പുറത്താണ്. ഇനി ഹാർട്ട് 4 ചേമ്പർ ആണ്. ഹോമിയോതെർമസ് ആണ്. ഇതിന്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. പുറത്തുള്ളതിനനുസരിച്ച് തന്നെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ അതിനനുസരിച്ച് മാറ്റം വരും. ഇനി റെസ്പിറേഷൻ ലങ്സ് ഉപയോഗിച്ചിട്ടാണ്. മുട്ടയിടുന്നവർ ഏതാണ്? ഓർണിത്തോറിങ്കസ്, പ്ലാറ്റിപ്പസ്. എഗ്ഗിലെയും മാമൽ എന്ന് പറയുന്ന ഒരാളെ ഉള്ളൂ, അതാണ് ഓർണിത്തോറിങ്കസ് അഥവാ പ്ലാറ്റിപ്പസ്. ബാക്കി എല്ലാവരും എന്താണ്? മുട്ടയിടുന്ന, കുഞ്ഞിനെ പ്രസവിക്കുന്നവരാണ്. ഓക്കെ. വിവി പാരസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പ്രസവിക്കുന്നവരാണ്. കങ്കാരു, ഫ്ലൈയിങ് ഫോക്സ്, മങ്കി, ക്യാമൽ, റാറ്റ്, എലിഫന്റ്, ഡോഗ്, ഇവരൊക്കെ ആ ഒരു ഗണത്തിൽ പെടുന്നതാണ് കേട്ടോ. അപ്പൊ അതങ്ങനെയാണ് എന്ത് ചേർന്ന് നമ്മുടെ രണ്ടാമത്തെ അല്ല 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആനിമൽ കിങ്ഡം ഇവിടെ തീരുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതോടുകൂടി നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് പിരിഞ്ഞാലോ? എന്താണ് എല്ലാവരുടെ അഭിപ്രായം? ക്ലാസ് ഒന്നും എടുത്തത് മനസ്സിലായോ മക്കളെ? യെസ് ടീച്ചർ. ഓക്കെ. അപ്പൊ ഇതുവരെ എല്ലാം പഠിച്ചിട്ട് വരണം. അപ്പൊ ആനിമൽ കിങ്ഡം എന്നുള്ള ഒരു ഭാഗം നമ്മുടെ കഴിഞ്ഞു. ഓർത്തിരിക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നതെല്ലാം ഓർത്തിരിക്കുക. ബാക്കിയുള്ളതൊക്കെ വിട്ട് കളയാട്ടോ. അങ്ങനെ നിങ്ങൾ പഠിച്ചു പോകണം. നോട്ടൊക്കെ കൈവെത്തിയിട്ടില്ലേ എന്നുള്ള കാര്യമൊക്കെ ഞാനും അന്വേഷിക്കാം. അപ്പൊ നോട്ട് എത്തണ കാര്യമൊക്കെ നോക്കാം. പിന്നെ വേറെന്താണ്? അപ്പൊ ഇത്ര കാര്യങ്ങൾ. അപ്പൊ അടുത്ത ദിവസം കാണാം കേട്ടോ. നാളെ കാണും. നാളെ ഞാൻ പഠിച്ചു തരണം കേട്ടോ. ശരി എന്നാ. ടാറ്റ. ഗുഡ് നൈറ്റ്. PDF നോട്ട് റെക്കോർഡ് ക്ലാസ് പരമാവധി എത്തിക്കാൻ ഞാൻ നോക്കാം. ഓക്കെ. PDF നോട്ട് തരാം. ഇതിന്റെ തരാം.